നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ 2018 വർഷത്തിൽ നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 2-3 ചോദ്യങ്ങളിൽ വ്യക്തമല്ല, അതുകൊണ്ട് തന്നെ നാലാമത്തെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഐഡൻറ്റിഫൈ ദ വേർഡ് മൗണ്ടൻ ഹു ഇൻ May 2017 became the first woman in the world to scale Mount Everest twice in a season. She also holds a record of fastest double ascent by a woman to the world's highest peak. അതായത് ഇതിൻ്റെ ചോദ്യത്തിൻ്റെ മലയാള അർത്ഥം എന്ന് വെച്ചാൽ 2017 മെയ്യിൽ എവറസ്റ്റ് കീഴടക്കിയ ഒരേ സീസണിൽ 2 തവണ കീഴടക്കിയ ആദ്യ വനിത ആരെന്ന്. ആ വനിതയ്ക്ക് തന്നെ മറ്റൊരു റെക്കോർഡുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏറ്റവും വേഗതയിൽ ഡബിൾ അസെൻറ്റ് നടത്തി, അതായത് 2 തവണ കയറി ഇറങ്ങിയ വനിത എന്നുള്ള റെക്കോർഡും ഈ വനിതയുടെ പേരിലുണ്ട്, ഈ സ്ത്രീയുടെ പേരിലുണ്ട്. അൻഷു ജംസെൻപ എന്ന സ്ത്രീക്കാണ് റെക്കോർഡുള്ളത്, ആൻസർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേര് സെർച്ച് ചെയ്യുക, അവരുടെ നാഷണാലിറ്റി നോക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് 2018 നടന്ന ഒരു കറണ്ട് അഫയർ ചോദ്യമാണ് ഇത് എങ്കിൽ പോലും അവർ പിന്നീട് ഏതെങ്കിലും റെക്കോർഡോ അല്ലെങ്കിൽ ഇതിന് ശേഷം ഏതെങ്കിലും കരസ്ഥമാക്കിയിട്ടുണ്ടോ എന്ന് കൂടി പഠിക്കേണ്ടതാണ്. അതിന് ശേഷം വരുന്ന ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീരീസ് ആണ്, ദ സം ഓഫ് ദി ഫസ്റ്റ് 10th ടൈം ഇൻ ദ സീക്വൻസ്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 10th ടൈം കൂടി കൂട്ടിയിട്ട് ഇതിൽ മൊത്തത്തുക ആകത്തുക എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതിലിപ്പോൾ ആദ്യത്തെ ടൈം 3 പിന്നത്തെ ടൈം 8. പിന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഓരോ ടൈമിൻ്റെ ഇടയിൽ 5 വീതമാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ 10ാമത്തെ ടൈം കണ്ടുപിടിക്കുക. അപ്പോൾ ഫോർമുലേറ്റ് ചെയ്യാൻ അങ്ങനെ ചെയ്യാം, അല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ടൈമിൻ്റെ കൂടെ 5 വെച്ച് കൂട്ടിയാൽ മതി എളുപ്പത്തിൽ. കാരണം ഫോർമുല ആരും അത് മനപ്പാടായിട്ട് ഓർത്ത് വെക്കില്ല ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഫോർമുല അറിയാത്തതുകൊണ്ട് നിങ്ങളിത് ചെയ്യാതിരിക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഐഡിയ ആണ്. ഇതിപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു 5 വീതം കൂട്ടി ഇത് 10 ടൈം ആക്കുക. ഈ 10ാമത്തെ ടൈമിൻ്റെ കൂടെ ഈ 3 ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഒരു ഉത്തരമായിരിക്കും അതിൻ്റെ കറക്റ്റ് ഉത്തരം. ഇവിടെ അതിൽ ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് 255 -255. പിന്നെ 2 ഫ്രാക്ഷൻ തമ്മിലുള്ള സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ തമ്മിൽ സമ്മ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ 5/12 12/5. ഇതിൻ്റെ രണ്ടിൻ്റെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വ്യത്യാസമായതുകൊണ്ട് ഇഷ്യൂ ഇല്ല. പക്ഷേ ഡിനോമിനേറ്റർ വ്യത്യാസമാകുമ്പോൾ നമ്മൾക്ക് ഇത് തമ്മിലുള്ള ഡയറക്റ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഡിനോമിനേറ്ററിൻ്റെ LCM കണ്ടുപിടിക്കാം. ഇപ്പോൾ 12ൻ്റെയും 5ൻ്റെയും LCM കണ്ടുപിടിക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് 60 ആണെന്നാണ്. അപ്പോൾ ഈ 60 LCM കിട്ടിക്കഴിയുമ്പോൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുകളിലത്തെ സംഖ്യ, അതായത് ന്യൂമറേറ്റർ, ആ സംഖ്യേൻ്റെ കൂടെ ഈ താഴത്തെ ഈ 12 ആദ്യത്തെ ഫ്രാക്ഷനിൽ നോക്കുമ്പോൾ, ആദ്യത്തെ ഇതിൽ നോക്കുമ്പോൾ ഈ 12ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഈ 60 കിട്ടാൻ നോക്കുക. അപ്പോൾ 12 × 5 അതാണ് 60. അപ്പോൾ ഈ 5 കൊണ്ട് തന്നെ മുകളിലത്തെ അംശത്തെ ഗുണിക്കുക. അപ്പോൾ നമുക്ക് 25 അവിടെ കിട്ടും. ഇനിയിപ്പോൾ താഴെ നോക്കുമ്പോൾ താഴെ അടുത്ത ഭിന്നസംഖ്യയുടെ ഛേദം എന്ന് പറയുന്നത് 5. അപ്പോൾ അവിടെയും 60 LCM ആയിട്ട് കിട്ടിയത്. അപ്പോൾ LCMൻ്റെ കൂടെ ഈ ഡിനോമിനേറ്ററിൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്താലാണ് ഈ LCM ആയ 60 കിട്ടാമെന്ന് നോക്കുക. അപ്പോൾ ഈ 5ൻ്റെ കൂടെ 12 ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഈ 60 എന്നുള്ളൊരു LCM കിട്ടുക. അപ്പോൾ ഇവിടെ 5ൻ്റെ കൂടെ 12 ഇൻറ്റു ചെയ്യുമ്പോൾ ആ 12 കൊണ്ട് തന്നെ അംശത്തെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 144 കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശത്തിൻ്റെ കൂടെ 5 ഇൻറ്റു ചെയ്യുമ്പോൾ 25, രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ അംശത്തിൻ്റെ ഒപ്പം 12 ഇൻറ്റു ചെയ്യുമ്പോൾ 144 കിട്ടും. അപ്പോൾ ഈ LCM 60 കിട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് ഇത് തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ ബുദ്ധിമുട്ടില്ല. അപ്പോൾ 25 + 144 169 കിട്ടും.
ഈ 169 കിട്ടുമ്പോൾ മുകളിൽ, അതായത് അംശമായിട്ട് 169 എഴുതുക. താഴെ ഈ നമ്മൾക്ക് LCM ആയിട്ട് കിട്ടിയ 60 എഴുതുക. അതാണ് ആ ഭിന്നസംഖ്യയുടെ ആകെത്തുക കിട്ടുക. രണ്ടും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നു. നമുക്ക് ഉത്തരം എത്രയാണെന്ന് നോക്കാം. കൊടുത്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്തരം 169/60 കിട്ടുക. ഇപ്പോൾ പിന്നെ ഒരു GK ചോദ്യമാണ്. അത് സൗണ്ട് ജനറേറ്റഡ് ബൈ എ സിംഗിൾ ഫ്രീക്വൻസി ഈസ് കോൾഡ് ടോൺ. അപ്പോൾ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, വേവ് ലെങ്ത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, പിച്ച് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ സൗണ്ട് ജനറേറ്റഡ് ബൈ എ സിംഗിൾ ഫ്രീക്വൻസി, ഇതിൻ്റെ സിംഗിൾ ഫ്രീക്വൻസി, ഇപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ സയൻസ് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ, വിഷയങ്ങൾ പഠിക്കുമ്പോൾ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടേമുകളും ഇംഗ്ലീഷിലായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിനെ മലയാളീകരിച്ചിട്ട് നൽകുന്ന പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയിരിക്കില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഇതേ ചോദ്യം തന്നെ ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി എന്നോ അല്ലെങ്കിൽ ഈ ടോണിന് പകരം ഒരു കറക്റ്റ് ട്രാൻസ്ലേഷൻ ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല. അതുമാത്രമല്ല, അപ്പോൾ ഇവിടെ ഉത്തരം കൊടുത്തത് ടോണാണ്. അതിൻ്റെ ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻ നമ്പർ 7 കൊടുത്തിട്ടുള്ള ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ള ടോണ്, വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ്, പിച്ച്, ഈ ടോൺ ഇപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. അതിനുശേഷമുള്ള ബാക്കി 3 ഓപ്ഷനുകൾ ചെക്ക് ചെയ്യുക. ഈ വേവ് ലെങ്ത്തിനെ എന്താണ് ഡെഫിനിഷൻ, ആംപ്ലിറ്റ്യൂഡിന് എന്താണ് ഡെഫിനിഷൻ, പിച്ചിന് എന്താണ് ഡെഫിനിഷൻ, ഇതുകൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യം അല്ലെങ്കിൽ അടുത്ത ഷിഫ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ ഈ ഓപ്ഷനുകളുടെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ചോദ്യകർത്താവ് ചോദ്യങ്ങൾ ഇടുന്നത്. ഇനി 8ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇൻ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ദ ടേബിൾ ഡാഷ് അപ്പിയേഴ്സ് ബിഫോർ നിക്കൽ. അപ്പോൾ നമ്മുടെ RRB എക്സാമുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അവരുടെ ഇഷ്ട ഭാഗങ്ങളുണ്ട് ഓരോ വിഷയത്തിലും. അതിലൊരു ഭാഗമാണ് ഈ പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിൾ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ ആയാലും മറ്റ് പലരും കണ്ടുപിടിച്ച പീരിയോഡിക് ടേബിൾ ആയാലും അതിനെക്കുറിച്ച് ഒരു ആഴത്തിലുള്ള ഒരു അറിവുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഏതൊരു പരീക്ഷയിലും മെൻഡലീവിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പീരിയോഡിക് ടേബിളിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഫ്രാക്ഷൻ വെൻ ടേക്കൺ അവേ ബൈ 1/5 a fraction when taken away from 1/5 gives 1/12. അതായത് 1/5 നിന്ന് 1/5 നിന്ന് ഒരു ഭിന്നസംഖ്യ കുറയ്ക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് 1/12 ആണ്. അത് ഏതാണ് സംഖ്യ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1/5 നിന്ന് 1/12 കുറയ്ക്കുക. അപ്പോൾ നമ്മൾക്ക് നേരത്തെ കിട്ടി ഇതേ ഫ്രാക്ഷൻ തന്നെ വന്നു കഴിഞ്ഞപ്പോൾ LCM കിട്ടിയത് 60 ആണ്. അപ്പോൾ ഇത് അതേ ഓപ്പറേഷൻ തന്നെ ചെയ്യുക. അത് 12 മുകളിൽ കിട്ടും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 5 കിട്ടും. ഈ 12 നിന്ന് 5 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 7 ആണ്. 7/60 ആണ് ഉത്തരം കിട്ടുക. അത് കറക്റ്റായിട്ട്. RRB മാത്സ് അത്ര ബുദ്ധിമുട്ടെന്ന് പറയാനില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് പരമാവധി പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഈ സമയത്തിനുള്ളിൽ, ഈ സമയപരിധിക്കുള്ളിൽ അതെല്ലാം ചെയ്ത് തീർക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുള്ളൂ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചോദ്യം ക്ലിയർ അല്ല. ആ ചോദ്യത്തിൻ്റെ ചോദ്യം എന്താണെന്ന് ഞാൻ പറയാം. അതായത് 42nd അമെൻമെൻറ്റിലൂടെ, അതായത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത 2 വാക്കുകൾ ഏതൊക്കെയാണെന്നാണ്. അതിൽ നമുക്കറിയാം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതി. അത് എല്ലാവരും പഠിച്ചിരിക്കണം. അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയെന്ന് പഠിക്കണം. അതിനുശേഷം ആ അമെൻമെൻറ്റിൽ വന്ന മാറ്റങ്ങൾ പിന്നീട് 44ാം ഭേദഗതിയിലൂടെ തിരുത്തുകയുണ്ടായി എന്നതും പഠിക്കണം. അത് 42ാം ഭേദഗതി നടപ്പിലാക്കിയ വർഷം ഏതാണെന്നും പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചരിത്രം കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പ്രിയാമ്പിളിനെയൊക്കെ സംബന്ധിച്ച് പലപ്പോഴും ചോദ്യങ്ങളും വരാറുണ്ട്. പിന്നെ ഉള്ളത്
ഈ ഓഡ് വൺ ഔട്ട് എന്നുള്ള ഈ ഫിഗർ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണൽ കുറവാണ്. എന്നാൽ പോലും ഇതും നമ്മൾ പ്രതീക്ഷിക്കാം. ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം റൗണ്ട് എന്നുള്ളൊരു ഫിഗർ വന്നിട്ടില്ല. കാരണം ഒരു ആംഗിളുകളുള്ള ഫിഗറുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ രണ്ട് ഈ പറഞ്ഞ പോലെ ABCയിലായാലും 2 സർക്കിൾ വെച്ച് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഏറ്റവും വ്യത്യാസമായിട്ട് തോന്നുന്നത് D ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. പിന്നെ ഫോഴ്സ് എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല എന്താണ്? അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഫിസിക്സിൽ F = ma. ഫോഴ്സിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസും ആക്സലറേഷനും ഇൻഡ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫോർമുലയെ നേരിട്ട് ചോദിച്ചേക്കുന്നതാണ്. അപ്പോൾ പരമാവധി അടിസ്ഥാനപരമായിട്ടുള്ള ഫോർമുലകളൊക്കെ ബൈഹാർട്ട് ചെയ്യുക, അല്ലാണ്ട് വേറെ വഴിയില്ല. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇതിൻ്റെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് 2018 മാർച്ചിൽ സ്ഥാനം ഏറ്റെടുത്ത വ്യക്തിയുടെ പേരെന്താണെന്ന്. അത് രാജീവ് കുമാർ ചന്ദർ. അതിപ്പോൾ UN ആയാലും ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. UN കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ UN സ്റ്റാർട്ടിങ് മുതൽ UN ഫോം ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ്, അതിൻ്റെ ഓരോ ഇയറുകളും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും കാണാപ്പാഠം പഠിച്ചിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം.